ശാരദയും കുടുംബവും സുജാതയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇങ്ങനെ വിനീതാണെങ്കിൽ അവരെ യാത്രയാക്കാനായിട്ട് ഗേറ്റ് വരെ ചെല്ലുന്നുണ്ട്. ഇങ്ങനെ ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ യമുനയാണെങ്കിൽ പെട്ടെന്ന് എന്തോ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വരികയാണ് കേട്ടോ. എന്നിട്ട് സുജാതയുടെ കൈ പിടിച്ചിട്ട് ഒരു പഴയ തുണി എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് ഞാൻ തരാൻ മറന്നുപോയി, ഇത് ഇന്ന് അമ്മായി എനിക്ക് നിലം തുടയ്ക്കാനായിട്ട് തന്ന തുണിയാണ്, ഇതിനി അമ്മായിയുടെ കയ്യിലിരിക്കട്ടെ. പിന്നെ അമ്മായിയുടെ സ്വഭാവം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മരുമകളായിട്ട് കയറി വരുന്നവൾ അമ്മായിയെ കൊണ്ട് ഈ വീട്ടിലെ മുഴുവൻ പണിയും എടുപ്പിക്കും. പിന്നെ അമ്മായി ഞങ്ങളോട് പറഞ്ഞതുപോലെ 24 മണിക്കൂറും അവൾ അമ്മായിയോട് പറയും, വായ്ക്കുള്ളിൽ വല്ലതും പോകണമെങ്കിലേ വീട്ടുപണി നല്ലതുപോലെ എടുക്കണമെന്ന്. പിന്നെ അമ്മായി ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഞങ്ങളെ ഒന്നും മറന്നു പോവല്ലേ അമ്മായി എന്ന് തന്നെ സുജാതയെ കളിയാക്കിയിട്ട് യമുന അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. സുജാതയ്ക്ക് ഇതും കൂടി കേൾക്കുമ്പോൾ കലി കയറുകയാണ് കേട്ടോ. അങ്ങനെ യമുന തിരികെ ചെല്ലുമ്പോൾ ശാരദ ചോദിക്കുകയാണ്, നീ എന്തിനടി പോയത്? അപ്പോൾ യമുന പറയാണ്, ഒന്ന് കൊടുക്കാൻ വേണ്ടി പോയതാമേ, അത് കൊടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ രാത്രിയിൽ എനിക്ക് സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയത്തില്ലായിരുന്നു. അപ്പോഴും ശാരദ ചോദിക്കുകയാണ്, അതെന്താണ് അടി നീ കൊടുക്കാൻ പോയത്? അപ്പോൾ യമുന പറയാണ്, അത് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല, എന്തായാലും നിന്ന് സമയം കളയേണ്ടെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഒക്കെ കഴിഞ്ഞിട്ട് അവർ വീണ്ടും സ്നേഹതീരത്തേക്ക് എത്തുകയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ ബാങ്കുകാർ വന്നിട്ട് അവരൊട്ടിച്ച നോട്ടീസൊക്കെ എടുത്ത് മാറ്റി അവർക്കായിട്ട് ഡോറ് തുറന്നു കൊടുക്കുകയാണേ. അങ്ങനെ അവരെല്ലാവരും വീണ്ടും ആ വീട്ടിനുള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. നിളമോളാണെങ്കിൽ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അരവിന്ദൻ്റെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് അരവിന്ദനോട് പറയാണ്, അച്ഛാ നമ്മളിതേ വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെ വന്നു. അങ്ങനെ ശാരദയും ആ ഫോട്ടോയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് ഒത്തിരി സങ്കടമാണ് കേട്ടോ ശാരദയ്ക്ക്. ശാരദ ആ ഫോട്ടോയിലെ ഡസ്റ്റൊക്കെ തുടച്ച് മാറ്റിയിട്ട് ചോദിക്കുകയാണ്, എവിടെയെങ്കിലും ഇരുന്ന് ഞങ്ങൾ അനുഭവിക്കുന്നതൊക്കെ കാണുന്നുണ്ടോ? അരവിന്ദേട്ടൻ പോയേ പിന്നെ ബാങ്കുകാർ വന്ന് ഈ വീട് ജപ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഗംഗയുടെ സ്വർണ്ണം മുഴുവനും വിറ്റിട്ടാണ് ഞങ്ങൾ ഈ വീട് തിരികെ എടുത്തത്. ഇനി ഗംഗയ്ക്ക് ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അരവിന്ദേട്ടൻ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ശാരദ വിഷമം പറയുമ്പോഴത്തേക്കും കാവേരി വന്നിട്ട് ശാരദയോട് പറയണേ, എന്താ അമ്മേത് അച്ഛനോട് ഇങ്ങനെ സങ്കടം പറയില്ലേ, അച്ഛൻ ഇതൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടാവും എന്നറിയാം. അപ്പോൾ ഗംഗ പറയാണ്, ഞാൻ എപ്പോഴും തയ്യൽ മെഷീൻ ചവിട്ടിയിട്ട് എൻ്റെ നടുവിന് കേടുവരുമെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ തയ്യൽ നിർത്തിയത്. ഇനി ഞാൻ വീണ്ടും തയ്യൽ തുടങ്ങുകയാണമ്മേ, രാവും പകലും എപ്പോഴും ഞാൻ തയ്ക്കാൻ പോവാ, തയ്ച്ച് കാശുണ്ടാക്കണം. അപ്പോൾ ശാരദ ചോദിക്കുകയാണ്, നിൻ്റെ തയ്യൽ കൊണ്ട് മാത്രമാവോ യമുനയുടെയും നിളയുടെയും പഠിത്തം തുടരണ്ടേ? നിളമോൾ പഠിച്ച് അവൾക്കൊരു ജോലി നേടാൻ ഇനി എത്ര വർഷം എടുക്കുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയാണ്, അച്ഛനൊന്നും നോക്കി വയ്ക്കാതെ അല്ലല്ലോ അമ്മ പോയത്, അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടില്ലേ, എനിക്കൊരു ജോലി നേടിയാൽ എല്ലാ കഷ്ടപ്പാടും മാറും. യമുന ആഗ്രഹിച്ചതുപോലെ അവൾക്ക് കളക്ടർ ആവാൻ പറ്റും. നിളമോളുടെ പഠിത്തവും തുടർന്ന് പോവും. ഈ വീട്ടിൽ ആർക്കും ഒരു കഷ്ടവും വരത്തില്ല അമ്മേ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയല്ലേ എന്ന് പറയണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ചിരുന്ന് അവരുടെ സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവയ്ക്കണം കേട്ടോ. അപ്പോൾ യമുന പറയണം, അമ്മേ അച്ഛനെ പോയിട്ടുള്ളൂ, അമ്മ നോക്കിക്കോ, അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ പഠിച്ച് കളക്ടറാവും, എന്നിട്ട് കളക്ടർ ബംഗ്ലാവിൻ്റെ മുന്നിൽ ചെന്ന് എനിക്ക് നിൽക്കണം. അച്ഛൻ പോയെന്നേ ഉള്ളൂ, അച്ഛൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള കടമ ഞങ്ങളുടേതല്ലേ അമ്മേ, അത് ഉറപ്പായിട്ട് ഞങ്ങൾ സാധിച്ചെടുത്തിരിക്കും എന്ന് പറയണം കേട്ടോ. അപ്പോൾ നിളമോള് പറയാണ്, എനിക്ക് ഇവരെ പോലെ ഒന്നും സംസാരിക്കാൻ അറിയത്തില്ലമ്മേ, പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഇനി പഠിക്കാനൊന്നും ഞാൻ മടി കാണിക്കത്തില്ല, ദിവസവും ഞാൻ സ്കൂളിലേക്ക് പോയിക്കോളാം. ഇനി ചോക്ലേറ്റ് വേണമെന്നോ കളിപ്പാവ വേണമെന്നോ ഒന്നും പറഞ്ഞ് ഞാൻ വാശി പിടിക്കത്തില്ല, ഇവിടെ ആർക്കും ഞാൻ ഒരു സങ്കടവും ഉണ്ടാക്കത്തില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശാരദയ്ക്കാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ശാരദയാണെങ്കിൽ മക്കളെല്ലാം കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാവേരിയും യമുനയൊക്കെ ആണെങ്കിൽ ശാരദയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. മുത്തശ്ശിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ സങ്കടവും വരുന്നുണ്ട്, സന്തോഷവും വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ഇവിടെ ഗീതയാണെങ്കിൽ സുജാതയോട് പറയാണ്, അമ്മ എന്തിനാ എന്നാലും ഇത്ര പെട്ടെന്ന് അവരെ ഇവിടുന്ന് പറഞ്ഞയച്ചത്, എന്തെങ്കിലും പറഞ്ഞ് അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നോ? അപ്പോൾ സുജാത ചോദിക്കണം, എന്ത് പറഞ്ഞ് പിടിച്ചു നിർത്തുവോളി, എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? അപ്പോൾ ഗീത പറയണ, അവരിവിടെ എന്തെങ്കിലും ഒരു തീരാ നഷ്ടം ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അപ്പോൾ സുജാത പറയണ, നിൻ്റെ വകയിലെ ഒരു അമ്മാവിൻ്റെ കിണ്ടി കട്ടുകൊണ്ട് പോയെന്ന് പറയാം. എടി അങ്ങനെ തീരാ നഷ്ടം ഉണ്ടാക്കി വെക്കാൻ ഇതെന്താ രാജകൊട്ടാരമാണോ? ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ തന്നെ നിൻ്റെ അനിയൻ വന്ന് അതൊക്കെ പൊളിച്ചെടുക്കില്ലേ? അവൻ അവർക്കൊപ്പം നിൽക്കുന്നിടത്തോളം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ അത് കേൾക്കുമ്പോൾ ഗീതയ്ക്ക് വിഷമമാണ് കേട്ടോ. എന്നിട്ട് ഗീത കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയാണ്, അല്ലമ്മേ അവർ ജയപാലിനെ കാണാൻ പോയതിന് ശേഷമല്ലേ ബാങ്കിൽ ചെന്ന് വീട് ജപ്റ്റ് ചെയ്ത് തിരിച്ചെടുത്തത്? അപ്പോൾ സുജാത ചോദിക്കണം, അതെ അതിനെന്താ, അരവിന്ദൻ അമ്മാവൻ്റെ മുഴുവൻ സമ്പാദ്യവും ജയപാലിൻ്റെ കയ്യിലുണ്ടാവും, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാവും അവരിപ്പോൾ വീടിൻ്റെ ജപ്റ്റി ഒഴിവാക്കിയതും. ഇനി ബാക്കിയുള്ളതും കൂടി എടുത്താൽ അവർക്ക് പുഷ്പവാടി വിലയ്ക്ക് വാങ്ങാം. ആ യമുന എന്ന് പറയുന്നവൾ ഇനി കളക്ടർ കൂടി ആയാൽ അവരുടെ അഹങ്കാരം കണ്ട് സഹിക്കേണ്ടി വരത്തില്ല അമ്മയെന്ന് പറയണം കേട്ടോ. അപ്പോൾ സുജാത പറയണം, അതൊക്കെ ഒന്നും ഞാൻ മുന്നിൽ കാണുന്നുണ്ട് എടി, ഇതിലേക്കാൾ മുന്നിൽ പറഞ്ഞവളാ ഗംഗ. ഒടുവിൽ അവൾ സമ്മാനം വയ്ക്കുന്നത് പോലെ നമ്മുടെ കാൽക്കൽ വന്ന് വീണില്ലേ, അതുപോലെ ഓരോരുത്തരായിട്ട് വരും, നമുക്ക് കാത്തിരിക്കാമെന്ന് പറയണം കേട്ടോ. അങ്ങനെ അത് കേൾക്കുമ്പോൾ ഗീതയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്.